നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ കല്ലറ പൊളിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട്. കുടുംബത്തിന്റെയും ഒരു വിഭാഗം നാട്ടുകാരുടെയും പ്രതിഷേധം കണക്കിലെടുത്താണ് ഈ തീരുമാനം. നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെ ചർച്ചയ്ക്കു ശേഷം തീരുമാനമെടുക്കുമെന്ന് സബ് കളക്ടർ അറിയിച്ചു. അഞ്ജു ജയപ്രകാശ് ഉണ്ട്. അഞ്ജു, ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെന്ന് പറഞ്ഞതിനു ശേഷവും ഈ പ്രദേശത്ത് സംഘർഷ സാധ്യതകളടക്കം നിലനിന്നിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ നിലവിലൊരു അയവ് വന്നിട്ടുണ്ടോ? എന്താണ് അവസ്ഥ? സേതു, നിലവിലിപ്പോൾ സ്ഥലത്ത് നിന്ന് ഈ ഗോപൻ സ്വാമിയുടെ മക്കളെയും ഒപ്പം തന്നെ അഭിഭാഷകരെയും കൂടെ തന്നെ ഈ പ്രതിഷേധക്കാരായിട്ടുള്ള ചില നാട്ടുകാരെയും ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിലേക്ക്, നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് ഒരു അനുനയ ചർച്ച നടത്തുക, ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ സുഗമമായി പോലീസിന് നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നീക്കുക എന്നത് മുൻനിർത്തിയാണ് ഇത്തരത്തിൽ സബ് കളക്ടറുടെയും RDOയുടെയും ഒപ്പം തന്നെ നെയ്യാറ്റിൻകര DYSPയുടെയും നേതൃത്വത്തിൽ ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ചൊരു ചർച്ച നടത്തുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം ഈ താൽക്കാലികമായി ഇപ്പോൾ ഈ പൊളിക്കൽ നടപടി ഉൾപ്പെടെ നിർത്തിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സ്ഥലത്ത് ചെന്ന് മറ്റു നടപടിക്രമങ്ങൾ തുടരുമെന്നാണ് നേരത്തെ സബ് കളക്ടർ ഉൾപ്പെടെ മാധ്യമങ്ങളോട് ഉൾപ്പെടെ വ്യക്തമാക്കിയത്. പക്ഷെ അത് ഒരു കാരണവശാലും അത്തരത്തിലൊരു നടപടികൾ നടത്താൻ സമ്മതിക്കില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് കുടുംബം നിലനിൽക്കുന്നത്. നിലവിൽ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടതാണ്. ഈ ഗോപൻ സ്വാമിയുടെ ഭാര്യ ഉൾപ്പെടെ, മകൻ ഉൾപ്പെടെ, മരുമകൾ ഉൾപ്പെടെ ഈ കല്ലറക്ക് ചുറ്റും വന്ന് ഇരിക്കുന്നു, അവിടെ നിന്ന് ബഹളം വെക്കുന്നു, ആചാരങ്ങളെ ലംഘിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നു. അപ്പോൾ അത്തരത്തിൽ വലിയ തരത്തിൽ ഈ സ്പർദ്ധ ഉറപ്പാക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള സംഘർഷങ്ങൾ ഉൾപ്പെടെ അവിടെ ഉണ്ടാകുന്നു. നാട്ടുകാർ ഇടപെടുന്നു. ഇത്തരത്തിൽ ഗോപൻ സ്വാമിക്ക് നിലവിൽ ഇപ്പോൾ ഗോപൻ സ്വാമിയെ മിസ്സിംഗ് ആണ് എന്നുള്ളത് ഒരു മാൻ മിസ്സിംഗ് കേസാണ് പോലീസ് എടുത്തിരിക്കുന്നത്. എന്ത് സംഭവിച്ചു ഗോപൻ സ്വാമിക്ക് എന്നതിനെ കുറിച്ച് അറിയാതെ തിരിഞ്ഞു പോകില്ല എന്ന് പറയുന്ന കടുത്ത നിലപാടിലായിരുന്നു നാട്ടുകാർ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അത് തുടരെ സംഘർഷങ്ങൾ ഉണ്ടാവാൻ കാരണം. ഈ സംഭവത്തിൽ ഇപ്പൊ ഈ നാട്ടുകാർ രണ്ട് തട്ടിലാണോ? കാരണം നേരത്തെ ഒരു വിഭാഗം ആളുകൾ കുടുംബത്തിനൊപ്പം നിന്ന് പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടായിരുന്നു. അപ്പോൾ നാട്ടുകാർക്കിടയിലും ഭിന്നതയുണ്ടോ? അതായത് സേതു, ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഇത്തരത്തിൽ തുടരെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതിനിടയിൽ പുറത്തുനിന്ന് കുറെ ആളുകൾ എത്തിച്ചേരുന്നുണ്ട്. അതിൽ കുടുംബത്തോട് ഒപ്പം നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഈ ഹൈന്ദവ സംഘടന എന്ന് പറഞ്ഞ് ചില ആളുകൾ എത്തിച്ചേരുന്നു. അതിനിടയിൽ നാട്ടുകാർ അത്തരത്തിൽ എന്താണ്, അതായത് തങ്ങളും ഇത്തരത്തിൽ സംഘടനകളുടെ ഭാരവാഹികളായിട്ട് നിൽക്കുന്ന ആളുകൾ ഉൾപ്പെടെ എതിർവശത്ത് നിൽക്കുന്നുണ്ട്. കാരണം അവർ പറയുന്നത് ഈ വ്യക്തി കുറെ നാളായി ഇത്തരത്തിൽ അസുഖബാധിതനായി കിടക്കുന്നതിനിടയിൽ സ്വയം വന്ന് സമാധിയാവുന്നു എന്ന് പറഞ്ഞ് പുറത്തു വന്നിരിക്കുന്നു. അതിനുശേഷം സമാധി അടയുന്നു. ഇത് ആരും അറിയാതെ മൂടി വെക്കുന്നു. ഇതിൽ വലിയ തരത്തിൽ ദുരൂഹതയുണ്ട്. ഈ ഗോപൻ സ്വാമിയെ കൊന്നു കുഴിച്ചു മൂടിയതാണ് എന്നടക്കമുള്ള ആരോപണങ്ങളാണ് കടുത്ത നിലയിൽ നാട്ടുകാർ ആരോപിക്കുന്നത്. അതുകൊണ്ടാണ് നാട്ടുകാർ നെയ്യാറ്റിൻകര പോലീസിൽ പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഈ കല്ലറ തുറന്നു പരിശോധിക്കണം എന്നതിന്റെ നടപടിയുടെ ഭാഗമായിട്ട് നെയ്യാറ്റിൻകര പോലീസ് RDOയെ സമീപിക്കുകയും കളക്ടറിൽ നിന്ന് ഉത്തരവ് വാങ്ങുകയും സബ് കളക്ടർ ഉൾപ്പെടെ സ്ഥലത്ത് വന്നുകൊണ്ട് അത്തരത്തിലൊരു കല്ലറ പൊളിക്കൽ നടപടികളിലേക്ക് കടക്കേണ്ടി വന്നത്. നിലവിൽ ഗോപൻ സ്വാമിക്ക് അസുഖബാധിതനായി കിടക്കുകയായിരുന്നു എന്നതായിരുന്നു നേരത്തെ ഉൾപ്പെടെ നാട്ടുകാർക്ക് ഉൾപ്പെടെ അറിയാവുന്ന കാര്യം. ഇദ്ദേഹം ഒരു ഷുഗർ പേഷ്യന്റ് കൂടിയായിരുന്നു. അപ്പോൾ കാലിന് ചെറിയ പരിക്ക് പറ്റിയതിനെ തുടർന്ന് ഏറെ നാളായി ഇത്തരത്തിൽ അസുഖബാധിതനായിട്ട് തുടരുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മകൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ, മക്കൾ ഉൾപ്പെടെ നാട്ടുകാരോടും പോലീസിനോടും ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം അതായത് സ്വയം എണീറ്റ് വന്ന് വീട്ടിന് പുറത്ത് ഇത്തരത്തിലൊരു സ്ഥലത്ത് ഇരുന്ന് സമാധി അടഞ്ഞതാണ്. അതിനുശേഷം ഞങ്ങൾ ആ സമാധി ഒരു സ്ഥലമാക്കി മാറ്റുന്നു, അവിടെ ഒരു ആചാരമാക്കി മാറ്റുന്നു. പക്ഷേ നേരത്തെ ഉൾപ്പെടെ ഇവർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ കൃത്യമായി പറയുന്നുണ്ട് ഈ സ്ഥലം ഞങ്ങളൊരു സമാധി സ്ഥലമാക്കി മാറ്റി അവിടെ കുറെ ആളുകൾ മറ്റു പുറത്തുനിന്ന ആളുകൾ എത്തിച്ചേരുന്ന ഒരു ടൂറിസ്റ്റ് സ്ഥലം പോലെ ആക്കി മാറ്റാൻ അങ്ങനെ ഒരു കൺസെപ്റ്റോട് കൂടി ചെയ്യുകയാണ്. ഈ സമാധി സ്ഥലം ഒരു കാരണവശാലും പൊളിക്കാൻ സമ്മതിക്കില്ല എന്ന് ഉറച്ച നിലപാടിലായിരുന്നു ഗോപൻ സ്വാമിയുടെ ഭാര്യ ഉൾപ്പെടെ ഉണ്ടായിരുന്ന ആളുകൾ. അതിനാൽ അവിടെ ബഹളം വെക്കുന്നതും തുടർച്ചയായിട്ട് അഭിഭാഷകൻ ഉൾപ്പെടെ വന്നിട്ട് പോലീസിനോട് കയർക്കുന്നതും ഉൾപ്പെടെ കണ്ടതാണ്. എന്നാൽ അത് ഒന്നും ഈ പോലീസിന്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും തുടരെ പ്രദേശത്തുണ്ടായ സംഘർഷങ്ങൾ കണക്കിലെടുത്ത് സബ് കളക്ടർക്ക് ഇതൊരു ചർച്ച വെച്ച് തീരുമാനത്തിലെത്തി തുടർ നടപടികളിലേക്ക് കടക്കാം എന്ന രീതിയിലേക്ക് തീരുമാനിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ ചർച്ച നടക്കാൻ വേണ്ടി നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിലെത്തി ഇവിടെ നിന്ന് കുടുംബാംഗങ്ങളും
ഒപ്പം പ്രതിഷേധക്കാരായിട്ടുള്ള നാട്ടുകാരെയും ഇരുവശങ്ങളും കേട്ടതിന് ശേഷം അവരോടൊരു തീരുമാനം പറഞ്ഞതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാം എന്നതാണ് സബ് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ആ രീതിയിൽ ഉണ്ടാവും. ചിലപ്പോൾ ഇന്ന് തന്നെ പൊളിക്കൽ നടപടി നടക്കുമോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളും ഉയരുന്നുണ്ട്. അത് ഈ പോലീസ് സ്റ്റേഷനിലുള്ള ഈ ചർച്ചയ്ക്ക് ശേഷം സബ് കളക്ടർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം വിശദീകരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ശരി അഞ്ജു.